ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊരു കിടുക്കാച്ചാട്ടാർ ഐറ്റം തന്നെയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മുരിഞ്ഞ മസാലയും ആ മീനും കൂടി കൂട്ടിക്കഴിക്കുമ്പോഴുള്ള രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതിനായിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മീനാണ്. മീനിലല്ല കേട്ടോ കാര്യം, രുചിയിലാണ്. എൻ്റെ ഒരു പൊതുവൊരു അഭിപ്രായം പറഞ്ഞാൽ നല്ല ഫ്രഷ് കരിമീനോ നല്ലൊരു ഫ്രഷ് പിലോപ്പി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മാംസം കട്ടിയിട്ടുള്ള ഏത് മീൻ വേണം നമുക്ക് എടുക്കാം. അങ്ങനെ മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ആകെ 3 മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5 6 ചെറിയ ഉള്ളി വേണം, 3 4 ചുള വെളുത്തുള്ളി വേണം, 2 തണ്ട് കറിവേപ്പില. ഇതൊക്കെ കൂടി നന്നായിട്ട്, കറിവേപ്പില അല്ലാതെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം. നമുക്കിതിലേക്ക് വളരെ കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം ആവശ്യമുണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണിത്. ഇനി നമ്മൾ ഏത് പാനിലാണോ മീൻ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടി മിക്സ് ചെയ്തിടാം. അപ്പോൾ അത് രണ്ടും കൂടി ഇടുമ്പോൾ വെച്ചാൽ നല്ല കളറും കിട്ടും, ആവശ്യത്തിന് എരിവും ഉണ്ടാകും. അങ്ങനെ ഞാൻ 2 മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി, ഇപ്പോൾ എണ്ണ പോരെന്നാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കേണ്ടി വേണം. പാകത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ അത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. എന്നുവെച്ചാൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ പോരാങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് വരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കുക. എന്നിട്ട് ഈ മസാല ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. കറിവേപ്പില ചേർക്കുന്നതിന് വിട്ടുപോയി എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റ് ഒന്ന് തിളപ്പിക്കുക. തിള വരും നമുക്ക് കാണും. ഒരുപാട് അങ്ങോട്ട് തിളക്കിയൊന്നുമില്ല, എന്നുവെച്ചാൽ ഒരു ഗ്രേവി പരിപാടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിളക്കില്ല. അപ്പോൾ തിള വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ബാലൻസ് വരുന്ന മസാലകൾ, അതായത് അതിൻ്റെ സൈഡിലേക്കുള്ള മസാലകൾ എടുത്ത് മീനിലേക്ക് തന്നെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ മീനിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോഴേക്ക് മാക്സിമം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പറ്റുന്നവർ ഇപ്പോൾ അടിയിൽ പിടിക്കാത്ത ടൈപ്പ് നോൺ സ്റ്റിക്കിൻ്റെ പാനോ അങ്ങനെ എന്തെങ്കിലും തന്നെ എടുക്കുക. അപ്പോൾ ഇത് വല്ലാതെ അടിയിൽ പിടിച്ച് പോകില്ല, അല്ലെങ്കിൽ വല്ല കരിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മീൻ അത്യാവശ്യം നമുക്ക് മുരിഞ്ഞ് എന്ന് തോന്നുന്നൊരു ഇതില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ മീൻ മറിച്ചിടണം. മീൻ തിരിച്ചിട്ടതിന് ശേഷം ബാലൻസ് വരുന്ന മസാലകൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പുറത്തേക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.